അസിത ഈ കൂട്ടത്തിൽ ഏറ്റവും ഇളയ ആളാണ്. മറ്റൊരു തലമുറയുടെ ആൾ എന്ന നിലയ്ക്ക് തന്നെ ഞാനൊരു അല്പം വിപുലീകരിച്ച് പറയട്ടെ. ആ മറ്റൊരു തലമുറയിൽ നിന്ന് നോക്കുമ്പോൾ ഈ ബജറ്റിൽ ഒറ്റ നോട്ടത്തിൽ കാണാവുന്നത് എന്താണ്? അസിത നിരീക്ഷിക്കുന്നത് എന്താണ്? സർ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇനി ഒരു സർക്കാർ അടുത്ത തലമുറയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. ആ നിലയിൽ ഈ ബജറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയെ ഞാൻ കരുതുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് ഇന്ന് ബജറ്റ് നടത്തിയിട്ടുള്ളൊരു പ്രഖ്യാപനമാണ്. വാസ്തവത്തിൽ സ്വകാര്യവൽക്കരണം എന്ന ഒറ്റ ഒരു നിരീക്ഷണത്തിലേക്ക് അതിനെ ചുരുക്കാനുള്ളൊരു വ്യാപക ശ്രമം ഇതിനോടകം തന്നെ ആ മേഖലയിൽ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. പക്ഷെ അങ്ങനെയല്ല. ശരിക്കും അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ നമുക്കറിയാം, ആദ്യത്തെ EMS സർക്കാർ മുതൽ വിദ്യാഭ്യാസ രംഗം ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ആ നിലയിലുള്ള ഇടപെടലുകൾ ആദ്യഘട്ടം മുതൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതുമാണ്. ഇവിടെ ഇപ്പോൾ എന്താണ്? ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലെ, പ്രത്യേകിച്ചും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യവൽക്കരണത്തെക്കുറിച്ച് ബജറ്റ് സംസാരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ പ്രത്യേകിച്ച് വലതുപക്ഷ മാധ്യമങ്ങൾ വലിയ തരത്തിലൊരു പ്രചാരണം നടത്തുന്നത് കേരളത്തിൽ നിന്നും വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്നു, പഠനത്തിനായി പുറത്തേക്ക് പോകുന്നു, അവിടെ തന്നെ അവർ തൊഴിൽ തേടി സ്ഥിരതാമസമാകുന്നു, മടങ്ങിയെത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് കേരളത്തിന്റെ പൊതു പ്രശ്നമായിട്ട് അവതരിപ്പിക്കുന്നു. പക്ഷേ അതിലെ വാസ്തവം ഞാൻ ചില കണക്കുകൾ പറയാം. നോക്കൂ, രാജ്യത്തിന്റെ ആകെ സ്ഥിതി പരിശോധിക്കുമ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്നും 12% ഈ ആകെ പുറത്തേക്ക് പോകുന്ന കണക്കുകളിൽ 12% ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. പഞ്ചാബ് 12%, മഹാരാഷ്ട്ര 11%, ഗുജറാത്ത് 8%, തമിഴ്നാട് 7%, കർണാടക 5%. ഈ പട്ടികയിൽ ഒന്നും കേരളം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏറ്റവും അവസാനം 4% വിദ്യാർത്ഥികൾ മാത്രമാണ് കേരളത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഇവിടെ അത്തരം ഈ വിദ്യാർത്ഥികളെ പിടിച്ചു നിർത്താനുള്ള സൗകര്യങ്ങളില്ല, അവർക്ക് മുന്നിലേക്ക് വെക്കാനുള്ള കാര്യങ്ങളില്ല എന്നുള്ളതൊക്കെയാണ്. വാസ്തവത്തിൽ ഇത് കേരളത്തിന്റെ പ്രശ്നമല്ല. അങ്ങനെ ഒരു കൊഴിഞ്ഞുപോക്കുണ്ടെങ്കിൽ അത് രാജ്യത്ത് പൊതുവിലൊരു വിദ്യാഭ്യാസ നയമില്ല, വരുന്ന തലമുറയെ അഡ്രസ്സ് ചെയ്യാൻ എന്നുള്ളിടത്താണ് ഈ പ്രശ്നം. അപ്പോൾ നിർഭാഗ്യവശാൽ ഇത് കേന്ദ്ര സർക്കാർ മുന്നിലേക്ക് വെക്കേണ്ട ഒരു പ്രൊജക്റ്റാണ്. നമ്മുടെ കേന്ദ്ര സർക്കാരിന് അമ്പലങ്ങൾ പണിയാനും പ്രതിമകൾ ഉണ്ടാക്കാനും ഒക്കെയാണ് പ്രാധാന്യം അവർ നൽകുന്നത്. അപ്പോൾ അവിടെയാണ് ഒരു സ്റ്റേറ്റ് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ഈ വിഷയത്തിൽ കാണേണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത്. എന്ന് മാത്രമല്ല, ഇത്തരം പ്രഖ്യാപനങ്ങൾ മാത്രമല്ല നടത്തുന്നത്. നോക്കൂ, ഇന്നിപ്പോൾ ഈ ബജറ്റിലേക്ക് ഞാൻ സാർ ചോദിച്ചതുപോലെ എന്നെ ഏറ്റവും ആകർഷിച്ച മേഖല ഇതായതുകൊണ്ട് കൂടിയാണ്. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനത്തിനായി 1776.63 കോടി രൂപയാണ് ഈ ബജറ്റ് നീക്കിവെക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരുമ്പോൾ 456.71 കോടി. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നമുക്കറിയാമല്ലോ, ഈ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതികളിലൊന്ന്. 23.51 കോടി. ഇനി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ PG പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ PhDക്ക് അവസരം ഒരുക്കും എന്നതുകൂടി സർക്കാർ ഇതിനോട് ചേർത്ത് പറയുകയാണ്. സർ, വാസ്തവത്തിൽ നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് ഈ സ്വകാര്യ സർവകലാശാലയ്ക്ക് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിക്കാൻ സ്റ്റേറ്റിന്റെ അനുമതി വേണ്ട എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ ഒരുപാട് സ്വകാര്യ സർവകലാശാലകൾ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും മുൻപ് ഈ പ്രൈവറ്റ് കോളേജുകൾ ഉണ്ടായിരുന്നു, നമ്മുടെ യൂണിവേഴ്സിറ്റികളുമായി അഫിലിയേറ്റ് ചെയ്യുന്ന പ്രൈവറ്റ് കോളേജുകൾ. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി വരുന്നതോടുകൂടി ആ സംവിധാനം ഇല്ലാതാകുകയാണ്. അപ്പോൾ നമ്മുടെ ഒരുപാട് വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുന്നു പഠനത്തിന്. അവിടെയാണ് ഈ സ്വകാര്യ സർവകലാശാലകൾക്ക് സ്റ്റേറ്റിന്റെ അനുമതി ഇല്ലാതെ ആരംഭിക്കാമെന്നൊരു സാധ്യതയുള്ളത്. അപ്പോൾ അങ്ങനെ അവരുടെ ഇഷ്ടപ്രകാരം ചില മാനദണ്ഡങ്ങൾ വെച്ച് ആരംഭിക്കുക എന്നിടത്താണ് സ്റ്റേറ്റിന്റെ മുൻകരുതലിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ എല്ലാ തരത്തിലുള്ള ഇടപെടലോടുകൂടി സ്വകാര്യ സർവകലാശാലകൾ വരുന്നതിനെ ഈ ബജറ്റ് സ്വാഗതം ചെയ്തത്. അപ്പോഴും ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന ഒരു പദ്ധതി മാത്രമാണ്. രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ ഹബ്ബായി കേരളത്തെ മാറ്റുക എന്ന് പറയുമ്പോൾ അത് ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ ബജറ്റ് മുന്നിലേക്ക് വെക്കുന്ന ഏറ്റവും വലിയ പദ്ധതിയായി ഞാൻ അതിനെയാണ് കാണുന്നത്.